വളരെ ചെറിയ ക്രൗഡിൽ ഞാൻ വളരെ വാചാലനാണ്. അത് ബേസിക്കലി ഒരു ഇൻട്രോവേർട്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു ഇതായിരിക്കാം. പക്ഷേ രാഷ്ട്രീയത്തിൽ അതല്ല വേണ്ടിയത്. വലിയ ക്രൗഡിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൻ്റെ അനിവാര്യ ഘടകം. ഞാൻ വികസന പ്രവർത്തനമെന്ന് കണ്ടിട്ടുള്ളത് അടുത്ത തലമുറയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങളുണ്ട്. അത് ആലോചിച്ചാണ്, ആവിഷ്കരിച്ചാണ് പല പദ്ധതികൾക്കും രൂപം കൊടുത്തത്. അത് ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ ആയിരിക്കും എൻ്റെ കാഴ്ചപ്പാട്. അതിൽ എൻ്റെ കാലഘട്ടത്തിൽ പ്രവർത്തനം തുടങ്ങാൻ സാധിക്കാതെ പോയത് ഇത് മാത്രമാണ്. 90% വർക്ക് തീർന്നെങ്കിലും പൂർത്തീകരിച്ചിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് നാമകരണം ചെയ്ത ഈ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിച്ചത് ഇന്ത്യയിലെ കൺസ്ട്രക്ഷൻ റിലേറ്റഡുമായി ബന്ധപ്പെട്ട ഒരു ഹബ്ബ്, അതിൻ്റെ ഒരു കേന്ദ്രമായി ഇത് വരണം എന്നുള്ളതാണ്. അന്നേരം കൺസ്ട്രക്ഷൻ്റെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, മെയ്സൺ മുതൽ അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് വരെ, എൻജിനീയേഴ്സ് ആർക്കിടെക്റ്റ് വരെ ഉള്ളവർക്ക് സ്കിൽ അപ്ഗ്രഡേഷനാണ്. ഇതിപ്പോൾ 3 വർഷം കഴിഞ്ഞ തെങ്ങാണ്. അതിങ്ങനെ കായ്ച്ചിരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷം. 3 വർഷമായുള്ളൂ. 3 വർഷം കഴിഞ്ഞു, 3.5 വർഷമായി. വൈൽഡ് ലൈഫ് എന്ന് പറയുന്നൊരു ഭയങ്കര ക്രൈസായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കൃഷിയും അതിൻ്റെ ഇതിനെക്കുറിച്ചൊരു താല്പര്യം തോന്നി. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ബിസിനസ്സിലൊന്നുമില്ല, എൻ്റെ മക്കളാണ് ബിസിനസ് കിടക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ചോദിച്ചാൽ ഉപദേശം കൊടുക്കും എന്നല്ല, ഞാനായിട്ടൊരു ബിസിനസ്സിലും ഇപ്പം ബന്ധപ്പെടുന്നില്ല. ഹോട്ടലിൽ പോയി നിർത്തിയാൽ അവിടെ ഇരുന്ന് ഞാൻ എണീറ്റ് മാറി റെസ്പെക്റ്റ് കൊടുത്ത് മാറിയപ്പോൾ അവിടെ ഇടാന്ന് പറഞ്ഞിരുത്തി കൂടിരുത്തി കഴിപ്പിക്കുന്ന ഒരു രീതി നമ്മളെ വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ മക്കൾ വരുന്നതിനെക്കുറിച്ച് എല്ലാവരും ആക്ഷേപം ഉന്നയിക്കുമ്പോഴും മക്കൾ അല്ലെങ്കിൽ വരുമ്പോൾ അത് ഇതുപോലെ വലിയ പ്രതിഭകളായിട്ടുള്ള വ്യക്തികളുടെ മക്കൾ വരുമ്പോൾ അവർ നേരിടുന്ന ബുദ്ധിമുട്ട്. ഹായ് ഫ്രണ്ട്സ്, നിക്കീസ് കഫേയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തെ ഷിബു ബേബി ജോൺ സാറിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തോടൊപ്പമാണ് നമ്മുടെ യാത്ര. ആ യാത്ര നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്തായ ശ്യാമണ്ണൻ എനിക്ക് ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്താനുണ്ട്. ഈ എപ്പിസോഡ് നടക്കാൻ കാരണക്കാരനായ ശ്യാമണ്ണനാണ്. അപ്പോൾ ശ്യാമണ്ണന് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. സാർ, ഇപ്പോൾ സാറിൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എനിക്ക് കഴിഞ്ഞ 23 വർഷമായിട്ടുള്ള ദിനചര്യയാണ് രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ഉള്ളത്. രാവിലെ 9 മണിയോടുകൂടി ഞാൻ വീട്ടിൽ നിന്ന് ചവറയിലേക്ക് ഇറങ്ങും. വിവിധ പരിപാടികളിലും പാർട്ടി ഓഫീസിലും പോയിട്ട് ഉച്ചയ്ക്ക് മിക്കപ്പോഴും ഉണ്ണാൻ വരും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പോകും. പിന്നെ രാത്രിയാണ് വരും. കൊല്ലത്തുണ്ടെങ്കിൽ ഇതായിരുന്നു ദിനചര്യ. അല്ലെങ്കിൽ വല്ല പനി വന്ന് കിടന്നിട്ടുള്ളപ്പോഴോ അങ്ങനെ ഏതാനും ദിവസങ്ങൾ ഒഴിച്ചാൽ ഈ 23 വർഷവും കൊല്ലത്തുണ്ടെങ്കിൽ രാവിലെ ചവറയിൽ പോവുക, തിരിച്ചു വരിക എന്നുള്ളതാണ്. എന്നാൽ ലോക്ക്ഡൗൺ വന്നതോടെയാണ് ജീവിത രീതിയിലാകെ തകിടം മറിച്ചിലുണ്ടായത്. യഥാർത്ഥത്തിൽ എൻ്റെ ഓർമ്മ വെച്ചതിന് ശേഷം ആദ്യമായിട്ട് 10-25 ദിവസം തുടർച്ചയായി വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ ഇനീഷ്യൽ ലോക്ക്ഡൗൺ മുതൽ വീട്ടിൽ തന്നെ ഇടയുണ്ടായി. പിന്നെ ചവറയിൽ പോകുമ്പോൾ സാധാരണഗതിയിൽ എല്ലാ ദിവസവും സമയം പോരാതെ വരികയാണ്. കാരണം വേണ്ടപ്പെട്ട വീടുകളിലെ മരണങ്ങൾ, ഒക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ വീടുകളിലെ ഓരോ കാര്യങ്ങൾ, വിവാഹങ്ങൾ. അന്നേരം കർക്കിടക മാസം ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഏറ്റവും തിരക്കുള്ള ദിവസങ്ങൾ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം, പലപ്പോഴും എല്ലാവരും ഞായറാഴ്ചയാണ് വിശ്രമ ദിവസമായി കാണുന്നത്. ഒരു പൊതുപ്രവർത്തകൻ യഥാർത്ഥത്തിൽ ഞായറാഴ്ചയാണ് ഏറ്റവും തിരക്കുള്ള ദിവസം. പക്ഷേ ഇപ്പോൾ അതെല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിലേക്ക് ഇൻട്രാക്ഷൻ പറ്റുന്നില്ല, പോകാൻ പറ്റുന്നില്ല. 5 മാസം പിന്നിടുന്നു. കല്യാണങ്ങൾ കുറവ്, ഉള്ളതിന് പോലും പഴയതുപോലെ ആൾ കൂടുന്നില്ല. വളരെ വേണ്ടപ്പെട്ട വീടുകളിൽ മാത്രം ഒരു കുടുംബങ്ങളിൽ മരണമുണ്ടെങ്കിൽ പോകും. അത് ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസം കൊണ്ട് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ പോകുന്നത് ശരിയല്ലല്ലോ. നമ്മളൊരു മാതൃകയാകണം. പലരും ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് പഴയതുപോലെ എല്ലായിടത്തും എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും
നമ്മൾ ഒരു മോഡൽ ആയി നമ്മളൊരു സെൽഫ് റെസ്ട്രെയിൻറ്റ് കാണിക്കുന്ന വേണം എന്നുള്ളത് കൊണ്ടാണ് നിർബന്ധിതമായി ഈ മാറ്റം എന്നിലും വന്നിരിക്കുന്നത്. പക്ഷെ അതുമല്ലാതെ ഒരു പൊതുപ്രവർത്തനയെ സംബന്ധിച്ചിടത്തോളം വളരെ സഫക്കേറ്റിംഗ് ആണ്, ഒരു ദിനചര്യയിൽ നിന്നാകെ മാറി പോകുന്നത്. സാർ, കേരള രാഷ്ട്രീയത്തിലേക്കുള്ള സാറിൻ്റെ വരവ് ഒന്ന് പറയാമോ? എങ്ങനെയാണ് വരവും ബാക്കിയുള്ള കാര്യങ്ങൾ? ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞ് പൂർണ്ണമായി ബിസിനസ്സുമായി ഏർപ്പെട്ട് നിന്നിരുന്ന ഒരു ഘട്ടത്തിലാണ്, കുറേ വർഷങ്ങൾ കഴിഞ്ഞാണല്ലോ എൻ്റെ പിതാവിന് അവിചാരിതമായി രോഗമുണ്ടാകുന്നതും അദ്ദേഹം ബെഡ്റിഡനാകുന്നു. ആ ഘട്ടത്തിൽ 98 പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നു. 98 പാർലമെൻറ്റ് ഇലക്ഷൻ ചവറ നിയോജകമണ്ഡലത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എൻ്റെ പിതാവില്ലാത്ത അല്ലെങ്കിൽ സജീവമാകാത്ത ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് എന്നെ കണ്ടത്. പ്രേമേന്ദ്രൻ്റെ സെക്കൻഡ് ഇലക്ഷനായിരുന്നു. എന്നാൽ പ്രേമേന്ദ്രൻ അടക്കം ഉള്ളവർ ആവശ്യപ്പെട്ടു ചവറയിൽ എല്ലായിടത്തും ഒന്ന് വരണം, എല്ലാവരും ഒന്ന് ബന്ധപ്പെട്ട് നിൽക്കണം. അതാണ് എൻ്റെ രാഷ്ട്രീയത്തിലെ ആദ്യത്തെ ചുവടുവയ്പ്. അങ്ങനെ ചവറയിലേക്ക് വരിക, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലരെയും കാണാൻ, രാഷ്ട്രീയം അല്ലെങ്കിൽ മറ്റ് കൂടുതൽ വിശദാംശങ്ങളൊന്നും അറിയില്ല. ഞാൻ എന്നും ചെറുപ്പം മുതലേ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് സജീവ രാഷ്ട്രീയം ഇല്ലെങ്കിലും ഞാൻ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ആണ് പ്രവർത്തകരുടെ ഒരു സ്നേഹവും താല്പര്യവും വാത്സല്യവുമൊക്കെ കിട്ടുന്നത്. അത് എന്നെ വല്ലാതെ ആകർഷിച്ചു. അങ്ങനെ ആ ആകർഷണമാണ് യഥാർത്ഥത്തിൽ പിന്നീട് രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും. അവിടെ മുതൽ, അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ പിതാവ് ആരോഗ്യവാനായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യവുമില്ലായിരുന്നു. അദ്ദേഹത്തിന് ഒരു പ്രോത്സാഹനവും ഒരിക്കലും തരാൻ പുള്ളി ഉദ്ദേശിച്ചിരുന്നില്ല. പുള്ളി പറയുമായിരുന്നു, നിങ്ങൾക്കൊന്നും പറ്റിയ പണിയല്ല രാഷ്ട്രീയം എന്നുള്ളത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന പുള്ളിയുടെ ഒരു പ്രസിദ്ധമായ ഒരു ഡയലോഗുണ്ട്. എടാ, ഞാനൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകണമെന്ന് വിചാരിച്ചല്ല ഇറങ്ങിയത്. അന്നത്തെ ഒരു സ്ഥിതിക്കൊരു സാമൂഹ്യ മാറ്റം ഉണ്ടാകണം, അന്ന് രാഷ്ട്രീയത്തിനൊരു മാന്യത ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനൊക്കെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. ഇന്നിപ്പം അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും പറ്റിയ പണിയല്ല രാഷ്ട്രീയം എന്ന് ഒരിക്കൽ പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഞാനും വന്നു. പാർട്ടി പ്രവർത്തകർക്ക് അദ്ദേഹത്തിനോട് ചൊരിയുന്ന ഒരു സ്നേഹം അത് എന്നിൽ പ്രതിഫലിച്ചപ്പോൾ എനിക്കൊരു ആവേശമായി മാറി. അങ്ങനെയാണ് മുഴുവൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ എന്നെ പ്രേരിപ്പിച്ചത്. അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഞാൻ എത്തിയത്. ഓക്കെ സാർ, രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം ഏറ്റവും മനസ്സിൽ മറക്കാനാകാത്ത നല്ല അനുഭവം, മോശം അനുഭവം എന്ന് വിവരിക്കാമോ? അല്ല, നല്ല അനുഭവങ്ങൾ ഞാൻ പറയാമല്ലോ. ഈ എൻ്റെ പാർട്ടി പ്രവർത്തകർ, ചവറയിലെ ജനങ്ങൾ, അവരെൻ്റെ പിതാവിൽ നിന്ന് നൽകുന്ന ആ സ്നേഹവും അതിൻ്റെ പ്രതിഫലനവും അത് എനിക്ക് നേരിട്ട് ബോധ്യപ്പെടുമ്പോൾ അതാണ് രാഷ്ട്രീയത്തിൽ എനിക്ക് ഏക പ്രചോദനമായി നിന്നത്. മോശം അനുഭവം എന്ത് എന്ന് ചോദിച്ചാൽ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ തന്നെ, ഇന്നിപ്പോൾ രാഷ്ട്രീയം നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ. നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ പോലും അതിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ആ നിലയിലേക്ക് രാഷ്ട്രീയ എതിരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശത്രുവാണ് എന്ന് കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ കണ്ടു വളർന്ന ഒരു സംസ്കാരം അതല്ല. രാഷ്ട്രീയ എതിരാളികളെ പരസ്പര ബഹുമാനത്തോടുകൂടി കണ്ടിരുന്ന ഒരു കാലഘട്ടം. എൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ. എൻ്റെ പിതാവിൻ്റെ സൗഹൃദം CH മുഹമ്മദ് കോയയുമായിട്ട്, EK നായനാരുമായിട്ട്, കെ കരുണാകരനുമായിട്ട് വ്യത്യസ്ത മുന്നണികളിൽ, CH അതിനുശേഷം വ്യത്യസ്ത മുന്നണികളിലായിരുന്നപ്പോഴും ആ ആത്മബന്ധത്തിനൊരു കോട്ടവും തട്ടിയില്ല. CHൻ്റെ ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. 82 തിരഞ്ഞെടുപ്പായിരുന്നു എൻ്റെ പിതാവിൻ്റെ ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് സരസൻ എന്നൊരു ചെറുപ്പക്കാരനെ കാണാതെ പോയി. അതെൻ്റെ പിതാവും പുള്ളിയുടെ ആൾക്കാരും എല്ലാം കൂടെ തല്ലിക്കൊന്നയാന്നൊരു പ്രചരണം നടന്നു. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാനൊക്കാത്ത ഒരു ആ തെരഞ്ഞെടുപ്പിൽ പോയപ്പോൾ അന്ന് CHന് കൊല്ലത്ത് ഒരു ദിവസം UDF നേതാവ് എന്നുള്ള നിലയിൽ ഇവിടെ പ്രോഗ്രാംസ് കൊടുത്തു. CH വന്നപ്പോൾ ചവറ തേവലക്കരയിൽ CHൻ്റെ ഒരു യോഗം അവർ അനൗൺസ് ചെയ്തു. 100 കണക്കിന് ആൾക്കാർ CHൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി കാത്തു കെട്ടി കിടക്കുകയാണ്. പക്ഷേ CH പറഞ്ഞു, ഞാൻ ചവറയിൽ പോകില്ല.
ഞാൻ ബേബിക്കെതിരെ പോയി പ്രസംഗിക്കത്തില്ല. കാരണം ബേബി അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. അതാണ് പുള്ളി പറഞ്ഞത്. ബേബി അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കാത്തടത്തോളം ഞാൻ അവിടെ പോകില്ല. അതേസമയം ഈ ദേശീയപാതയിൽ കൂടെ പോയപ്പോൾ ടൈറ്റാനിയം ജംഗ്ഷൻ്റെ അവിടെ ആൾക്കാർ, പ്രവർത്തകർ കാത്തുകെട്ടി കിടന്നു. അദ്ദേഹത്തിൻ്റെ വണ്ടി തടഞ്ഞു. അവിടം വരെ പോയേ പറ്റൂന്ന് പറഞ്ഞു. അദ്ദേഹം കർക്കശ നിലപാടിൽ നിന്ന് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണമെന്ന് അവിടെ വന്നവരുടെ അടുത്ത് പറഞ്ഞിട്ട് അദ്ദേഹം വണ്ടിയിൽ കയറിപ്പോയി. ആ തിരഞ്ഞെടുപ്പിൽ എൻ്റെ പിതാവ് ജയിക്കുന്ന 600 ഇഷ്ടം വോട്ടിനാണ്. ഒരുപക്ഷെ CH അങ്ങനെ ഒരു യോഗത്തെ അഭിസംബോധന ചെയ്തിരുന്നെങ്കിൽ, 300 പേരുടെ ചിന്ത മാറ്റാൻ സാധിച്ചിരുന്നെങ്കിൽ പുള്ളി അന്ന് പരാജയപ്പെട്ടത്. അങ്ങനെ ആയിരുന്നു ബന്ധങ്ങൾ കെ കരുണാകരനുമായിട്ടുള്ളത്. കരുണാകരൻ പിന്നെ അവർ ഒരേ മുന്നണിയിൽ നിന്നുകൊണ്ട്, അത് CPM RSP എന്നുള്ളതല്ല, വലിയൊരു വ്യക്തിപരമായ ബന്ധം. അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് രാഷ്ട്രീയത്തിൽ അന്യമായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇതാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ മറ്റൊരാൾ വേറെ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല. പക്ഷേ ആ പ്രത്യയശാസ്ത്രത്തോട് യോജിക്കാത്തപ്പോഴും ആ വിശ്വാസം, ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ ബഹുമാനിക്കാൻ ഉള്ള മനസ്സ് നമുക്ക് കാണണ്ടേ. അതിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് CPM ഇപ്പോൾ ഈ അധികാരത്തിലൂടെ വന്നതിന് ശേഷം അവരുടെ ഭാഗത്തുനിന്ന് ആ വല്ലാത്ത ഈ സൈബർ രംഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന, അപ്പോൾ ഇപ്പുറത്തും ഉണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് അനുഭവപ്പെടുന്ന വെച്ചിട്ടില്ല പറയാനൊക്കത്തുള്ളൂ. പക്ഷെ അത് രാഷ്ട്രീയത്തിൽ മാറണം. ഞാൻ രാഷ്ട്രീയത്തിൽ നിലകൊള്ളുന്നത് എനിക്ക് ചില ഇതുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. കാരണം ഒരു സാമൂഹ്യ മാറ്റം, ഇന്നുള്ള പോരായ്മകൾക്ക് മാറ്റം. അത് 50 വർഷം മുമ്പ് എൻ്റെ പിതാവ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ സാമൂഹ്യ പശ്ചാത്തലമല്ല ഇന്ന്. അന്ന് തൊഴിലില്ലായ്മയായിരുന്നു പ്രശ്നമെങ്കിൽ ഇന്ന് തൊഴിലില്ലായ്മ അല്ല പ്രശ്നം. തൊഴിലിന് പ്രാപ്തിയില്ല എന്നുള്ളതാണ്. വിദ്യാഭ്യാസമുണ്ട്, തൊഴിലിന് പ്രാപ്തരല്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. അങ്ങനെ എല്ലാത്തിലും സമൂലമായ മാറ്റങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാനൊക്കുന്നത് ചെയ്യണം. അത് പാവപ്പെട്ടവനോടുള്ള ഒരു അനുഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ. അതാണല്ലോ ഈ ഇടതുപക്ഷ മനസ്സെന്ന് പറയുന്നത്. അധ്വാനിക്കുന്നവനോടും എന്നോടുള്ള ഒരു അനുഭാവം, ആ ഒരു ഇത്, അത് നിലനിർത്തി പോകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകും. മക്കളുടെ രാഷ്ട്രീയം പലപ്പോഴും രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. സാർ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, അത് ആക്ഷേപം. രാഷ്ട്രീയത്തിൽ ഒത്തിരി പേര് പലതും ആഗ്രഹങ്ങൾ എല്ലാവർക്കും സഫലീകരിക്കണമെന്നില്ല. അന്നേരം മറ്റ് ചിലർ അർഹതയില്ലാത്തവർ വന്ന്, അല്ലെങ്കിൽ നേതാവിൻ്റെ മകനായതുകൊണ്ട് മാത്രം വന്ന് അവരുടെയൊക്കെ മേളി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ തിരിച്ചുകൊണ്ട്, ഇപ്പോൾ എന്തുകൊണ്ട് ഡോക്ടർമാരുടെ മക്കൾ ഡോക്ടർ ആയി മാറുന്നു, എൻജിനീയറുടെ മക്കൾ എന്തുകൊണ്ട് എൻജിനീയറായി മാറുന്നു, സിനിമാ നടന്മാരുടെ മക്കൾ എന്തുകൊണ്ട് സിനിമാ നടനായി മാറുന്നു എന്ന് ചോദിച്ചാൽ, അതിന് ഈ പറഞ്ഞതുപോലെ അവർ ജനിച്ചപ്പോൾ മുതൽ കണ്ട് വളർന്ന് ജീവിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതുമായിട്ടൊരു പൊരുത്തപ്പെടലാണ് ഉണ്ടാകുന്നത്. അങ്ങനെ വളരുന്ന ഒരാൾക്ക് കുറച്ചുകൂടെ അനായാസം ഇതിലേക്ക് കടക്കാൻ സാധിക്കും. പിന്നെ ഏതിതെന്ന് പറഞ്ഞാൽ ഒരു നേതാവിൻ്റെ മകനെന്നുള്ള നിലയിൽ ഒരവസരം കിട്ടും. പിന്നെ നിലനിൽക്കണമെങ്കിൽ സ്വന്തം കഴിവ് കാരണം മാത്രമേ നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ. എൻ്റെ കാര്യത്തിൽ ഞാൻ രാഷ്ട്രീയത്തിൽ വന്നപ്പം മുതൽ അതിശക്തമായ എതിർപ്പുകളെ പല വ്യത്യസ്തമായ കാരണങ്ങളാൽ നേരിടേണ്ടി വന്നു. എനിക്കൊരു പിൻബലം നൽകാൻ ആരുമില്ലായിരുന്നു. യഥാർത്ഥത്തിൽ RS ഉണ്ണി എന്ന് പറഞ്ഞ ഒരു നേതാവ് മാത്രമേ ഉള്ളൂ. അദ്ദേഹം 99 തന്നെ മരണപ്പെട്ടു. അങ്ങനെ പിൻബലം എന്ന് പറഞ്ഞ് ചവറയിലെ ജനങ്ങളും ഇവിടുത്തെ പാർട്ടിക്കാരുമായിരുന്നു. അതല്ലാതെ എനിക്കൊരു പിൻബലം നൽകാൻ ആരുമില്ലായിരുന്നു. പലപ്പോഴും പിന്നീട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാനിങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഈ തീരുമാനം നേരത്തെ എടുത്താൽ മതിയായിരുന്നു. എൻ്റെ പിതാവിൻ്റെ കൂടെ ഒരു വർഷമെങ്കിലും കറങ്ങി നടന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി എന്താണെന്നും അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ എന്താണെന്നും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ നിലയിലുള്ള എതിർപ്പുകൾ ഉണ്ടാവില്ലായിരുന്നു. എന്നാൽ അത് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ജീവിതത്തിൽ ഈ മക്കൾ വരുന്നതിനെക്കുറിച്ച് എല്ലാവരും ആക്ഷേപം ഉന്നയിക്കുമ്പോഴും, മക്കൾ അല്ലെങ്കിൽ വരുമ്പോൾ അത് ഇതുപോലെ വലിയ പ്രതിഭകളായിട്ടുള്ള വ്യക്തികളുടെ മക്കൾ വരുമ്പോൾ അവർ നേരിടുന്ന ബുദ്ധിമുട്ട്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് വരെ രാഷ്ട്രീയത്തിലും ജീവിതത്തിലും നേടിയിട്ടുള്ള എല്ലാം എൻ്റെ പിതാവിൻ്റെ ഇതുകൊണ്ടാണെങ്കിലും എൻ്റെ പതനവും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതുകൊണ്ടാണ്. കാരണം പുള്ളിയായിട്ടാണ് കമ്പാരിസൺ. ഞാൻ മന്ത്രിയായി, ആൾക്കാർ സ്വാഭാവികമായി പ്രതീക്ഷിക്കുന്നത് പണ്ട് അവർ കണ്ട ബേബി ജോൺ എന്ന മന്ത്രിക്ക് തത്തുല്യമായിട്ടാണ്. ഒരിക്കലും അദ്ദേഹത്തിന് പകരമാകാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല.
അങ്ങനെയുള്ള ആൾക്കാർക്ക് പകരം അവർ തന്നെ, വേറെ ഒരാളൊരു പകരക്കാരനില്ല. പക്ഷേ ജനങ്ങളെ ഞാൻ കുറ്റം പറയത്തില്ല, അവർ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണല്ലോ ചവറ നിയോജക മണ്ഡലത്തിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായി വന്ന മന്ത്രിമാരായ വന്ന വി പി രാമകൃഷ്ണനുള്ള എന്നോട് തോറ്റു, ഞാൻ പ്രേമേന്ദ്രനോട് തോറ്റാദ്യം, അടുത്ത പ്രേമേന്ദ്രൻ ഏറ്റവും പ്രഗത്ഭനായ മന്ത്രി എന്ന് പേര് കേട്ട പ്രേമേന്ദ്രൻ വീണ്ടും തോറ്റു. അതെല്ലാം കമ്പാരിസൺ. അതിനുശേഷം ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം ഞാനും തോറ്റു. അന്നേരം ഇതിൻ്റെ എല്ലാം കമ്പാരിസൺ, ആൾക്കാരുടെ മനസ്സിലെ പ്രതീക്ഷ, പുള്ളി എങ്ങനെയായിരുന്നു, പുള്ളി എങ്ങനെ കാര്യങ്ങൾ സാധിച്ചു കൊടുത്തിട്ടുണ്ടോ അതുപോലെ വേണം എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് കാലിടറി പോകുന്നത്. ഞാനൊരു മന്ത്രിയായി ചുമതലയെടുത്തപ്പോൾ എന്നെ ഏറ്റവും അലട്ടിയ ഒരു വിഷയം ഇന്നത്തെ ചെറുപ്പക്കാരുടെ തൊഴിൽ പ്രാപ്തിയെക്കുറിച്ചാണ്. നമ്മൾ SSLCയിൽ മികച്ച വിജയം, +2 മികച്ച വിജയം, അത് കഴിഞ്ഞ് ഒത്തിരി എഞ്ചിനീയറിംഗ് കോളേജ്, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതെല്ലാം ഉണ്ട്, എൻജിനീയേഴ്സ് ആയിരക്കണക്കിന് ഇറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോഴും അവരുടെ ക്വാളിറ്റി, അവരുടെ ഒരു തൊഴിലിന് അവരുടെ പ്രാപ്തിയെക്കുറിച്ച് എനിക്ക് സംശയമല്ല, അത് വളരെ കുറവാണ്. എല്ലാ ഇൻഡസ്ട്രിയും പരാതിപ്പെടുന്നതാണ്. വളരെ ദൗർഭാഗ്യകരമാണ്. കേരളം പോലെ വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിന്നിരുന്ന ഒരു സംസ്ഥാനത്ത് പോലും ആ നിലയിലേക്ക് നമുക്ക് എഡ്യൂക്കേഷനിൽ റിഫോംസ് കൊണ്ടുവരാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഫിനിഷിംഗ് സ്കൂളുകളും അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ അനിവാര്യത വന്നത്. അത് തൊഴിൽ വകുപ്പിൻ്റെ കീഴിലായിരുന്നു സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വം. അതിനുള്ളൊരു സംഘടന ആരംഭിച്ചു. എന്നെ അതിനൊക്കെ പ്രേരിപ്പിച്ചത്, ഞാൻ എഞ്ചിനീയറിങ്ങിന് പഠിച്ച് ഞങ്ങൾ ഇറങ്ങിയ 86-ലാണ്. ഞങ്ങളുടെ ബാച്ചിൽ ഏകദേശം എല്ലാ ബ്രാഞ്ചും കൂടെ ചേരുമ്പോഴത്തേക്കിന് ഏകദേശം 330-340 പേരുണ്ടായിരുന്നു. അതിൽ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട്സും വളരെ കുറവായിരുന്നു. ഡ്രോപ്പ് ഔട്ട്സ് കുറവായിരുന്നത് മാത്രമല്ല, അവരെല്ലാം ഇന്ന് ബാക്കിയുള്ളത്, അതിൽ പാസ്സായവർ ലോകത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഒരു വെള്ളി എണ്ണാവുന്നവർ മാത്രമേ ഉള്ള ആ രീതിയിൽ അച്ചീവ്മെൻറ്റ്സ് ഇല്ലാതെ പോയത്. ബാക്കി എല്ലാവരും ലോകത്തിൻ്റെ വിവിധ തലങ്ങളിൽ വളരെ സക്സസ്ഫുള്ളായി മാറിയവരാണ്. പക്ഷേ ഇന്നത്തെ എൻജിനീയേഴ്സിൻ്റെ സ്ട്രഗിള്, അന്നേരം ഇതിനൊരു പരിഹാരം കാണണമെന്നുള്ള നിലയിൽ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ വിവിധ തലങ്ങളിൽ ഉള്ള വിവിധ തൊഴിൽ സാധ്യത ലോകത്ത് നിലനിൽക്കുന്നതനുസരിച്ചുള്ള ഓരോന്നിനും സെപ്പറേറ്റ് വേർട്ടിക്കൽസും അതിനുള്ള അത്യാധുനിക പരിശീലനം കേന്ദ്രങ്ങൾ തുടങ്ങണം എന്ന് കണ്ടുകൊണ്ട് നിരവധി തുടങ്ങി. അതിൽ എൻ്റെ കാലഘട്ടത്തിൽ പ്രവർത്തനം തുടങ്ങാൻ സാധിക്കാതെ പോയത് ഇത് മാത്രമാണ്. 90% വർക്ക് തീർന്നെങ്കിലും പൂർത്തീകരിച്ചിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് നാമകരണം ചെയ്ത ഈ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിച്ചത് ഇന്ത്യയിലെ കൺസ്ട്രക്ഷൻ റിലേറ്റഡുമായി ബന്ധപ്പെട്ട ഒരു ഹബ്ബ്, അതിൻ്റെ ഒരു കേന്ദ്രമായി ഇത് വരണം എന്നുള്ളതാണ്. അന്നേരം കൺസ്ട്രക്ഷൻ്റെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൺസ്ട്രക്ഷൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, മെയ്സൺ മുതൽ അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് വരെ, എൻജിനീയേഴ്സ് ആർക്കിടെക്റ്റ് വരെ ഉള്ളവർക്ക് സ്കിൽ അപ്ഗ്രഡേഷനാണ്. അതിനുള്ള ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനും അടക്കമുള്ള ടെൻഡർ ചെയ്തു. ഇവിടെ തന്നെ നിക്മാറുമായിട്ട് അതിൻ്റെ നോളജ് പാർട്ട്ണറായി നിക്മാറിനെ കൊണ്ടുവന്നു, ടെൻഡർ ചെയ്തു. എല്ലാം പൂർത്തീകരിച്ച് വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയതെങ്കിലും നിർഭാഗ്യവശാൽ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലേക്കൊന്നും ഈ സ്ഥാപനത്തിന് ഉയരാൻ സാധിച്ചില്ല. അതെനിക്കൊരു വലിയ വേദനയായി തന്നെ നിൽക്കുകയാണ്. കാരണം നമ്മൾ ഇന്ന് ചെയ്യുമ്പോഴും ഇന്ത്യ രാജ്യത്തെ ഒരു കേന്ദ്ര ബിന്ദുവായി, കൺസ്ട്രക്ഷൻ്റെ കേന്ദ്ര ബിന്ദുവായി മാറാൻ ഉദ്ദേശിച്ച് അതിനുള്ള പ്രാഥമിക പ്രവർത്തനങ്ങളെല്ലാം നടത്തി കഴിഞ്ഞിട്ടും നിർഭാഗ്യവശാൽ ഏതോ ഒരു സാധാരണ ഒരു സംഘടന, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കോവിഡ് ഇതിൻ്റെ സെൻറ്ററായിട്ട് നിൽക്കുകയാണ് എന്നാണ്. അവിടെ നിർഭാഗ്യകരമാണ്. തീർച്ചയായിട്ടും ഇത്തരം സ്ഥാപനങ്ങൾ രാജ്യത്ത്, സംസ്ഥാനത്ത് അനിവാര്യമാണ്. അതിന് കൊടുക്കേണ്ട ഗൗരവം പൊതുസമൂഹം നൽകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സാർ, മണ്ഡലത്തിലെ വികസനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാറിന് എന്തൊക്കെയാണ് പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാനുള്ളത്? അതോടൊപ്പം തന്നെ വികസന സ്വപ്നങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പിതാവ് പ്രതിനിധീകരിച്ച ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്.
ഒരുമാതിരിപ്പെട്ട മണ്ഡലത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം അദ്ദേഹം നിറവേറ്റിയിരുന്നു. അവശേഷിച്ച് എനിക്ക് വേണ്ടി വെച്ചു എന്ന് എനിക്ക് തോന്നലുണ്ടാക്കുന്ന നിലയിലേക്കായിരുന്നു ഇതളവാരം പള്ളിക്കോട് ഈ പാലത്തിൻ്റെ വിഷയമെന്ന്. കാരണം അദ്ദേഹം പോലെ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖനായൊരു നേതാവായിരുന്നിട്ട് പോലും എന്തുകൊണ്ട് പാലം യാഥാർത്ഥ്യമായില്ല എന്നുള്ള ചോദ്യം വ്യാപകമായി ഉയരുന്നുണ്ടായിരുന്നു. അന്നേരം ഒരു നിയോഗം പോലെ എനിക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി വെച്ചത് എന്നുള്ള നിലയിലേക്ക് അതങ്ങനെ എനിക്ക് തോന്നലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും അനായാസം നടപ്പിലാക്കിയെടുക്കാൻ സാധിച്ച ഒരു പദ്ധതിയായിരുന്നു ഇതളവാരം പള്ളിക്കോട് പാലം. കാരണം എൻ്റെ പ്രിയ സുഹൃത്ത് മുനീർ മന്ത്രിയായി വന്നു. മുനീർ മന്ത്രിയായി വന്നപ്പോൾ PWD മന്ത്രി എന്നുള്ള നിലയിൽ ആദ്യത്തെ നിവേദനമായി ഞാൻ ഇത് കൊടുത്തു. മുനീർ അന്നേരമേ പുട്ടപ്പിയാൻ പറഞ്ഞ ആവശ്യം ഉന്നയിച്ചു. പക്ഷേ അന്നേരത്തേക്കിന് പറ്റിയത് എല്ലാ ഹോംവർക്കും, ഇതിൻ്റെ ഡിസൈൻ, ബാക്കി കാര്യങ്ങളെല്ലാ ഹോംവർക്കും കംപ്ലീറ്റ് ചെയ്ത് PWDയുടെ കയ്യിൽ ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുനീറിനും അധികം കാലതാമസം ഇല്ലാതെ തന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചു. അന്നത്തെ കാലഘട്ടത്തിൽ ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പം കുറച്ചുകൂടെ വേഗതയിൽ നടക്കുന്നുണ്ട്. അന്ന് 3.5 വർഷം കൊണ്ടൊരു പാലം പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പൂർത്തീകരിക്കുകയും അവസാനത്തെ ബീം സ്ഥാപിക്കാൻ വെച്ചപ്പോഴത്തേക്കിന് ആ ബീം മറിഞ്ഞുപോയി. അങ്ങനെ കുറച്ചു കാലം എനിക്ക് ഉദ്ഘാടനം നടത്താൻ സാധിച്ചില്ല. ഉദ്ഘാടനത്തിന് ഡേറ്റ് പോലും തീരുമാനിച്ചിരുന്നതാണ്. ഉദ്ഘാടനം നടത്താൻ സാധിച്ചില്ല. അത് പിന്നീട് വന്ന ഗവൺമെൻറ്റാണ് ഉദ്ഘാടനം ചെയ്തതെങ്കിലും തെക്കുംഭാഗം നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവർക്ക് ഒരു ആശ്വാസമേകിയ ഒന്നായിരുന്നു. കാരണം അല്ലെങ്കിൽ ചവറ വഴി ഏകദേശം 22 കിലോമീറ്റർ കറങ്ങിയാണ് കൊല്ലം പട്ടണത്തിലെത്താൻ സാധിക്കുന്നത്. അതിന് മാറ്റമുണ്ടായി. അവർക്ക് പോയി വരാനുള്ള എളുപ്പമുണ്ടായി. അതുകൊണ്ട് എന്തായി, ഇവിടെ എങ്ങനെയോ കാലാകാലങ്ങളിലായൊരു വിശ്വാസമുണ്ട്, ഈ തെക്കുംഭാഗം പഞ്ചായത്തിൽ മുസ്ലിം വിശ്വാസികൾ താമസിക്കില്ല എന്നുള്ളതുണ്ട്. എങ്ങനെ വന്നു, അതിൻ്റെ യുക്തി എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതൊരു കേരളത്തിൽ തന്നെ അങ്ങനെ അപൂർവമായ പഞ്ചായത്തുകളെ കാണത്തുള്ളൂ. എനിക്കറിയില്ല മറ്റേതെങ്കിലും പഞ്ചായത്ത്. എങ്കിൽ പോലും തെക്കുംഭാഗത്തെ ജനങ്ങളുടെ മനസ്സിൽ അന്ന് മുനീർ എന്ന വ്യക്തിയോട് ഒരു തീരാത്ത കടപ്പാട് ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. ഇപ്പോൾ നമ്മൾ ഷിബു സാറിൻ്റെ കൃഷിയിടത്തിലാണ് നിൽക്കുന്നത്. സാർ എങ്ങനെയാണ് ഈ കൃഷിയിലേക്ക് വന്നത്? അല്ല, എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു മാറ്റമാണ്. പണ്ട് ഞാൻ അത്ഭുതത്തോടുകൂടി കൗതുകത്തോട് കണ്ടിട്ടുണ്ട്. എൻ്റെ പിതാവെല്ലാം സമയക്കുറവുള്ള ആളാണെങ്കിലും പലപ്പോഴും തെങ്ങിൻ്റെ കാര്യത്തിലും വളവിടുന്ന കാര്യത്തിലും ഒക്കെ താല്പര്യമെടുക്കും. പക്ഷേ എനിക്കെന്തോ അങ്ങനെ ഒരു താല്പര്യം ഒരിക്കലും വന്നിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 3-4 വർഷക്കാലമായിട്ട് എനിക്ക് കൃഷിയോടുള്ള അഭിരുചിക്ക് വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ വലിയ തൽപരനാണ്. കൃഷി ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളിൽ ഇടപഴകുന്നത്, അതിലൊരു സന്തോഷവും ആനന്ദവും ഞാൻ കണ്ടെത്തുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ മൊത്തത്തിലുള്ള കാഴ്ചപ്പാടാണ്. എനിക്ക് വൈൽഡ് ലൈഫ് എന്ന് പറയുന്നൊരു ഭയങ്കര ക്രേസായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കൃഷിയും അതിനെക്കുറിച്ചൊരു താല്പര്യം തോന്നി. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ബിസിനസ്സിലൊന്നുമില്ല, എൻ്റെ മക്കളാണ് ബിസിനസ് കിടക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ചോദിച്ചാൽ ഉപദേശം കൊടുക്കും എന്നല്ല, ഞാനായിട്ടൊരു ബിസിനസ്സിലും ഇപ്പം ബന്ധപ്പെടുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് 2016 പരാജയത്തെ തുടർന്ന് വെറുതെ ഇരിക്കുന്ന സമയം കൂടുതലായി വന്നപ്പോൾ ഇങ്ങനൊരു ചിന്ത വന്നത്. അങ്ങനെയാണ് ആദ്യം ഇതിൽ മൊത്തം തെങ്ങ് വെക്കാൻ തീരുമാനിച്ചത്. 630ഓളം മൂട് തെങ്ങ് വെച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു സ്ഥലത്തും കുറേ അധികം തെങ്ങ് വെച്ചു. പക്ഷേ അതെല്ലാം ഒരു തുരുത്തായതുകൊണ്ട് നോക്കാൻ ആളില്ലാത്തത് കൊണ്ടും പരിസരത്തുള്ളവരൊക്കെ പശുവിനെ കയറ്റി പശു കടിച്ച് പോയതുകൊണ്ട് അത് ശരിയായില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഒരു വലിയ സന്തോഷം, മനസ്സിനൊരു വലിയ കുളിർമ ലഭിക്കുന്നതാണ്. അങ്ങനെ ഇപ്പോൾ കൂടുതലായി വാഴക്കൃഷിയിലേക്കും പച്ചക്കറി കൃഷിയിലേക്കും ഒക്കെ പതുക്കെ നീങ്ങുകയാണ്. മാത്രവുമല്ല, ഈ അടുത്ത കാലത്തായിട്ട് എന്നെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു മേഖലയാണ് ഈ ഫ്രൂട്ട് ട്രീസിൻ്റെ പ്ലാന്റിങ്. അങ്ങനെ ഞാനിപ്പോൾ
1-2 എക്സോട്ടിക് ഫ്രൂട്ട് ട്രീസിൻ്റെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ മാക്സിമം ഇത് കിട്ടുന്ന രീതിയിലേക്ക് ഫ്രൂട്ട് ട്രീസ് വെക്കാനുള്ള പരിപാടിയിലാണ്. ഓരോ മണ്ണിനും അനുയോജ്യം എന്ത് അത് ചെയ്യുക, ആ കൃഷി ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ഇന്ന് പറ്റുന്നത്, പണ്ടെല്ലാം വീടുകളിലും ഒരു പറമ്പിനുമൊക്കെ ഒരു നടത്തിപ്പുകാരനുണ്ടായിരുന്നു, ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കിയെടുത്താൻ പലപ്പോഴും കിട്ടുന്നില്ല. അങ്ങനെ ഒരു മാൻ പവർ ഷോർട്ടേജ്, മാൻ പവർ ഉണ്ട്, പക്ഷേ ആവശ്യത്തിനുണ്ടാകുന്ന മാൻ പവർ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. എങ്കിലും ഇങ്ങനെ നിൽക്കുകയും, ഇപ്പോൾ 3 വർഷം കഴിഞ്ഞ തെങ്ങാണ്, അതിങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷം. 3 വർഷമായുള്ളൂ. 3 വർഷം കഴിഞ്ഞു, 3.5 വർഷമായി. 3.5 വർഷമായി. അതായത് നമുക്കതിൽ നിന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ്. ജയകുമാർ ചേട്ടാ, അപ്പോൾ ചേട്ടാ എത്ര നാളായി ഷിബു സാറിൻ്റെ കൂടെ? എങ്ങനെയാണ് സാറുമായിട്ടുള്ള എക്സ്പീരിയൻസ്? എങ്ങനെയാണ്? ഡ്രൈവർ എന്നുള്ളതിനുപരിയല്ല, എൻ്റെ അച്ഛൻ മഹാനായ ബേബി ജോൺ സാറിൻ്റെ അന്ന് ഇടവും വലവും നോക്കി നിൽക്കാൻ ഒരു ഡ്രൈവർ എന്നുള്ള രീതിയിലല്ല എൻ്റെ അച്ഛൻ. അദ്ദേഹത്തിന് ഒരു അനിയനെ പോലെയായിരുന്നു ബേബി സാർ കൊണ്ടു നടന്നത്. മന്ത്രിയായിരുന്നപ്പോഴും അല്ലാതപ്പോഴും ഒക്കെ കുറേ വർഷങ്ങളോളം വന്നു. പിന്നെ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 10-20 വർഷമായി, ബേബി സാർ വയ്യാതാകുന്നതിന് മുമ്പേ. അത് കാലഘട്ടം കഴിഞ്ഞ ശേഷം സ്വാഭാവികമായിട്ടും ഞാനും ആ പാത പിന്തുടരാൻ, ഞാൻ ഒരുപാട് കടൽപ്പണിക്കും മറ്റു കൂലിപ്പണി എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വ്യത്യസ്തമായി എനിക്ക് വീണ്ടും ഈ കുടുംബമായിട്ടുള്ള ഒരു അടുപ്പം വന്ന് ഞാൻ ഇദ്ദേഹവുമായി ചേരേണ്ടി വന്നു. പിന്നീട് ഇങ്ങോട്ട് 2011 അദ്ദേഹം മന്ത്രിയായി. അപ്പോൾ ആ ഒരു ഭാഗ്യം കൂടെ എനിക്ക് ഈ പിന്തുടർച്ചയിൽ നിന്നുണ്ടായി, എനിക്ക് ആ ഒരു ഭാഗ്യം കൂടെ ഉണ്ടായി. അങ്ങനെ ആ 2011 ശേഷം ഇപ്പോൾ കണ്ടിന്യൂ, ഇപ്പോൾ ഈ 2020 വരെയും കൂടെ ഉണ്ട്. പക്ഷേ ഇതിനകത്തൊന്നും വേർതിരിച്ചെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ഒരു എളിമത്വമുണ്ട്. എവിടെ പോയാലും നമ്മളൊരു അനിയനായിട്ട് കാണുകയും, ബൈ ചാൻസിന് കൂടെ ആരും ഇല്ലെങ്കിലും ഒരു ഹോട്ടലിൽ പോയി നിർത്തിയാൽ അവിടെ ഇരുന്ന് ഞാൻ എണീറ്റ് മാറി റെസ്പെക്റ്റ് കൊടുത്ത് മാറിയപ്പോൾ അവിടെ ഇടാമെന്ന് പറഞ്ഞ് കൂടിരുത്തി കഴിപ്പിക്കുന്ന ആ ഒരു രീതി നമ്മളെ വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ളൊരു ബന്ധവും കാര്യങ്ങളും ഈ കുടുംബമായിട്ടുണ്ട്. അതിനുപരി ഇതേ രാഷ്ട്രീയം തന്നെയാണ് ഞാനും തുടർന്നു പോകുന്നത്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ തന്നെ, ഈ ഷിബു സാറിൻ്റെ പഞ്ചായത്തിൽ തന്നെ RSP ലോക്കൽ കമ്മിറ്റി അംഗവുമാണ്. ഇദ്ദേഹം ഒരു വാക്ക് പറഞ്ഞതിനകത്ത് പല അർത്ഥങ്ങളുണ്ട്, പല ആശയങ്ങളുണ്ടെന്നുള്ളതെല്ലാം പിന്നെ ഞാൻ നിന്നാണ് ഒരു പക്വതയിലോട്ട് കയറി വരുന്നത്. തന്നെ ഈ മനുഷ്യൻ്റെ കൂടെ കൂടി തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ എനിക്ക് 2 ദിവസം സാറിനോടൊപ്പം ചിലവഴിച്ചു. അപ്പോൾ ഞാൻ സാറിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പം സാർ വളരെ ഗൗരവക്കാരനാണെന്നുള്ള ഒരു ഭയമൊക്കെ എൻ്റെ മുന്നിലുണ്ടായിരുന്നു സാറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ. അപ്പോൾ എനിക്ക് 2 ദിവസം ഇടപഴകിയപ്പോഴാണ് സാർ വളരെ കൂളാണ്, വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ എന്നെ പോണക്ക് അല്ല, സാർ വളരെ ഗൗരവക്കാരനാണ് എന്ന് ധാരണയുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവരോട് എന്താണ് പറയാനുള്ളത്? അല്ല, അത് സ്വാഭാവികമാണ്. ഞാൻ അങ്ങനെയുള്ള ഒരു ഗൗരവക്കാരനാണ്, ആ ഗൗരവത്തിന് വലിയ ജാടയുള്ള ആളാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെടും. അതിന് ഞാൻ വ്യാഖ്യാനിക്കുന്നവരെ കുറ്റം പറയുന്നില്ല. കാരണം അടിസ്ഥാനപരമായി ഞാനതാണ്, ഈ ഗൗരവക്കാരനല്ല. എനിക്കങ്ങനെ രാഷ്ട്രീയത്തിൽ ആവശ്യമുള്ള ഒരു മെയ്വഴക്കം, അല്ലെങ്കിൽ അതിനൊരു അഭിനയം, ഒരു കൊച്ചു വർത്താനം, അതെന്തോ എനിക്ക് വശമില്ല. ഞാൻ വളരെ സെൻസിറ്റീവായിട്ട് വൈകാരികമായി തന്നെ ഞാൻ ഓരോ വിഷയവും ഹാൻഡിൽ ചെയ്യുന്ന ഒരാളൊരു പ്രശ്നമായിട്ട് വന്നാൽ അത് എൻ്റെ വിഷയമായി തന്നെ കണ്ട് ഹാൻഡിൽ ചെയ്യും. പക്ഷേ അവിടെ ഒരു സോപ്പിടിയിൽ എന്നൊക്കെ പറഞ്ഞത് അതെൻ്റെ ശരീരഭാഷയുടെ പ്രശ്നമാണ്. രാഷ്ട്രീയത്തിൽ അത് ആവശ്യമാണ് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എന്നെക്കൊണ്ട് ഒക്കുന്നതല്ല. ഞാൻ പലയിടത്തും പറയുന്നുണ്ട്, ഈ ദോശക്കല്ലിൽ നിന്ന് ഇഡ്ഡലി കിട്ടത്തില്ലല്ലോ എന്ന് പറയുന്നത് പോലെ ഞാൻ എന്താണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി വരുന്നുണ്ട്. അല്ലാതെ ഇതിലൊരു കെട്ടിപ്പിടുത്തവും അങ്ങനെയൊക്കെ ഉള്ളതിൽ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ നേരത്തെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന് അങ്ങനെ ഒരു ശൈലിയിൽ കൂടെ വളർന്നു വന്നിരുന്നെങ്കിൽ ഞാൻ വ്യത്യസ്തനായേനെ, എനിക്കറിയാം. പക്ഷേ വളരെ വൈകി രാഷ്ട്രീയത്തിൽ വന്നതുകൊണ്ടായിരിക്കാം ആ ഒരു രാഷ്ട്രീയ ശൈലി എനിക്ക് പറ്റിയിട്ടില്ല. അതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, ഞാൻ അതിൻ്റെ ഈ കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായി തന്നെയാണ് കാര്യങ്ങൾ സമീപിക്കുന്നത്. ജനങ്ങൾക്കത് ഞാൻ പിന്നെ ഒരു വളരെ ചെറിയ ക്രൗഡിൽ ഞാൻ വളരെ വാചാലനാണ്. അത് ബേസിക്കലി ഒരു ഇൻട്രോവേർട്ട് എന്ന് പറയുന്നതിൻ്റെ ഇതായിരിക്കാം. പക്ഷേ രാഷ്ട്രീയത്തിൽ അതല്ല വേണ്ടിയത്. വലിയ ക്രൗഡിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൻ്റെ അനിവാര്യ ഘടകം. പക്ഷേ അത് എൻ്റെ ഒരു ബേസിക് പോരായ്മയായി തന്നെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഞാനിതാണ്.
അപ്പോൾ സാറിനോട് നമ്മൾ ഒരു ദിവസമാണ് ഈ പ്രോഗ്രാമിന് വേണ്ടി ചോദിച്ചത്. സാർ 2 ദിവസം നമുക്ക് വേണ്ടി മാറ്റി വെച്ചു, വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചും. അതോടൊപ്പം തന്നെ സാറിൻ്റെ ഭാവി രാഷ്ട്രീയ ജീവിതത്തിന് എല്ലാവിധ ആശംസകളും ആത്മാർത്ഥമായി തന്നെ നേരുന്നു. സാർ നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു കിരൺ. താങ്ക് യു.